കോഴിക്കോട് മാങ്കാവിൽ സ്വകാര്യ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത് കടന്നുകളഞ്ഞു. പന്തിരങ്കാവ് സ്വദേശി ഷിബിൻ ലാലാണ് പണം തട്ടിയത്. അക്ഷയ ഫൈനാൻസിൽ പണയം വെച്ച 40 ലക്ഷത്തിന്റെ സ്വർണ്ണമെടുക്കാനെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇസാഫ് ബാങ്ക് ജീവനക്കാരെ ഷിബിൻ സ്ഥലത്തെത്തിച്ചത്. പണം കയ്യിൽ കിട്ടിയ ഉടൻ അക്ഷയ ഫൈനാൻസിലേക്ക് പോകാതെ സ്കൂട്ടറിൽ കയറി കടന്നുകളഞ്ഞെന്നും ബാങ്ക് ജീവനക്കാർ പരാതിപ്പെട്ടു. കോഴിക്കോട് നിന്നും രതീഷ് വാസുദേവനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. രതീഷ്, എന്തായാലും വലിയ തരത്തിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 40 ലക്ഷം രൂപ തട്ടിയെടുത്താണ് കടന്നു കളഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ? ഏറ്റവും രസകരമായ സംഭവമാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ. കാരണം പട്ടാപ്പകലാണ് ഇത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞ് വിശ്വസിച്ചിട്ട് ഒരു ബാങ്ക് അധികൃതരെ പണവുമായി എത്തിച്ചതും അത് തട്ടിയെടുത്ത് വിദഗ്ധമായി കടന്നു കളഞ്ഞതും. കാരണം 40 ലക്ഷത്തിലധികം രൂപയ്ക്ക് താൻ സ്വർണം അക്ഷയ ഫൈനാൻസ് എന്ന പന്തീരങ്കാവിലെ ഒരു സ്ഥാപനത്തിൽ പണയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്വർണ്ണ പണയം, ആ സ്വർണം എടുത്ത് താൻ നിങ്ങളുടെ രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്കിൽ പണയം വെക്കണം എന്നാണ് ഈ ബാങ്ക് അധികൃതരെ വിശ്വസിപ്പിച്ചത്. തുടർന്ന് ഈ ബാങ്ക് അധികൃതർ 40 ലക്ഷം രൂപയുമായി ഈ അക്ഷയ ഫൈനാൻസിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ 40 ലക്ഷത്തിന്റെ പണയാഭരണങ്ങൾ എടുക്കാനാണ് പണവുമായി എത്തിയത്. എന്നാൽ പണം വാങ്ങുകയും ഫൈനാൻസിലേക്ക് പോകാതെ അദ്ദേഹം തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിൽ വളരെ പൊടുന്നനെ കടന്നു കളയുകയുമായിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹം ഇതിനു മുൻപും ഇത്തരത്തിൽ മറ്റ് ബാങ്കുകളിൽ നിന്ന് പണം എടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. മറ്റ് വിവിധ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ ഈ ഫൈനാൻസ് സ്ഥാപനത്തിലെത്തി ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുകയും വ്യാജ പണയ രസീതാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെന്ന് മനസ്സിലാക്കി പിന്നീട് പോവുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ തവണ ബാങ്കുകളിൽ ഇദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് മൂന്നാമതാണ് ഇപ്പോൾ ഇസാഫ് ബാങ്കിലെ അധികൃതർ ഇത്തരത്തിൽ